ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പ് വിവാദത്തിൽ ഒടുവിൽ മുട്ടുമടക്കി PSC ചെയർമാൻ. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറാൻ തീരുമാനമായി. പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം മരവിപ്പിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം. ആസൂത്രണ ബോർഡ് പരീക്ഷ തട്ടിപ്പ് ഉൾപ്പെടെ PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്നു. 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്തി നിയമനം ലഭിച്ചത് ഇടത് സംഘടനാ നേതാവിന്. ഇത് വിവാദമായതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന കമ്മീഷൻ യോഗം റാങ്ക് പട്ടിക റദ്ദാക്കി. അന്വേഷണത്തിന് ആഭ്യന്തര വിജിലൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്നായിരുന്നു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അന്വേഷണ ചുമതല ചെയർമാൻ പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ചു. സെക്രട്ടറിയെ പോലും അറിയിക്കാതെയായിരുന്നു ഈ തീരുമാനം ചെയർമാൻ എടുത്തത്. അന്വേഷണ ചുമതല കൺട്രോളർക്ക് കൈമാറിയതിൽ വിമർശനവുമായി അംഗങ്ങൾ രംഗത്ത് വന്നു. കമ്മീഷനുള്ളിൽ ഇന്ന് നടന്നത് രൂക്ഷമായ വാദപ്രതിവാദമാണ്. ചെയർമാനെതിരെ രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾ ഉന്നയിച്ചത്. ചെയർമാൻ കമ്മീഷനെ കബളിപ്പിച്ചുവെന്നും ചെയർമാന്റെ നടപടി PSCയെ സംശയനിലയിൽ നിർത്തിയെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. അന്വേഷണം പരീക്ഷാ കൺട്രോളറെ ഏൽപ്പിച്ച നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അംഗങ്ങൾ വ്യക്തമാക്കി. അന്വേഷണം ആഭ്യന്തര വിജിലൻസ് SP-ക്ക് കൈമാറി. വിഷയത്തിൽ സർക്കാരും ഇടപെടുകയാണ്. കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്നോട് വിശദമായി കാര്യങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. അന്വേഷിക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ക്രിമിനൽ ഗൂഢാലോചന പരിശോധിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.